അജു രാത്രി റൂമിൽ വന്ന് എന്നെയും പിടിച്ചോണ്ട് പോവാട്ടോ ബിരിയാണി ഉണ്ടാക്കണോന്നും പറഞ്ഞ് ഇങ്ങോട്ട് നോക്കിയ എല്ലാരും സമയം ഇപ്പൊ രാത്രി 12:30 അയക്കിന്. അങ്ങനെ ഞങ്ങൾ അജുവിന്റെ റൂമിന്റെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി. റൂമിലെ പർച്ചേസ് മാനേജർ കുഞ്ഞുട്ടിക്കാട്ടോ. അങ്ങനെ കുഞ്ഞുട്ടിക്ക ആവശ്യമുള്ള ഓരോരോ സാധനങ്ങളായിട്ട് എടുക്കല് തുടങ്ങി. അവസാനം അജുവിന്റെ വക 2 പാക്കറ്റ് ടൈഗർ ബിസ്ക്കറ്റും എടുത്തിട്ടോ രാവിലത്തെ ചായക്ക് വേണ്ടിയിട്ട്. ഇവിടെ ഇപ്പൊ നല്ല തണുപ്പാട്ടോ. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പുറത്തൊക്കെ ഇറങ്ങിയപ്പം എല്ലാവർക്കും ഓരോരോ ചായ കുടിക്കാനൊരു ആഗ്രഹം. അങ്ങനെ അടുത്തുള്ള തട്ടുകടയിൽ നിന്ന് 4 ചായയും വാങ്ങി ഒരു അച്ചപ്പത്തിന്റെ പാക്കറ്റും വാങ്ങി. ഈ രാത്രി നല്ല തണുപ്പത്ത് ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് വേറെ തന്നെ കേട്ടോ. അങ്ങനെ ചായക്ക് കുടിച്ച് ഞങ്ങൾ നേരെ പോയത് അജുവിന്റെ റൂമിലേക്കാട്ടോ. സമയം രാത്രി 3 മണിയായിക്കിന്. അങ്ങനെ വേഗം കിടന്നുറങ്ങി രാവിലെ 9 മണിയായപ്പോൾ എണീറ്റ് ഒന്ന് ഫ്രഷ് ആയി കിച്ചണിലേക്ക് വന്ന് ആദ്യം തന്നെ ചായ ഉണ്ടാക്കാൻ വേണ്ടിട്ട് കുറച്ച് വെള്ളം എടുത്ത് അടുപ്പത്തേക്ക് വെച്ച്. അജു ഇന്നലെ ഫുഡ് ഉണ്ടാക്കിയ പാത്രം ഇപ്പൊ കഴുകുന്നേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ബീഫ് എടുത്ത് വെള്ളത്തിൽ ഇട്ടിച്ച് അതിൽ ഐസ് പോവാൻ വേണ്ടിയിട്ട് വെള്ളം തളിച്ചപ്പം അജു പറഞ്ഞു നമുക്ക് ചായ സ്പെഷ്യൽ ആക്കാന്ന്. അങ്ങനെ ഓന് തളിച്ച വെള്ളത്തിലേക്ക് 3 ആണി ശർക്കര എടുത്തിട്ട് എന്നിട്ട് കുറച്ച് നാടൻ കാപ്പിപ്പൊടി ഇട്ടപ്പം അജുവിന്റെ സ്പെഷ്യൽ കട്ടൻ കാപ്പി റെഡി ആയിട്ടോ. അങ്ങനെ ഇന്നലെ വാങ്ങി ബിസ്ക്കറ്റും കൂട്ടി കാപ്പിയൊക്കെ കുടിച്ചിട്ടോ സംഭവം ഉഷാറായി. ഇനി അജു ഇന്നലെ പറഞ്ഞ ബിരിയാണി ഉണ്ടാക്കണം. അങ്ങനെ സവാള എടുത്ത് തോലൊക്കെ പോക്കി കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ച് അപ്പോഴേക്കും ഇറച്ചിയിൽ ഐസൊക്കെ പോയിന്. അങ്ങനെ ബിരിയാണിക്ക് പാകത്തിലുള്ള പീസാക്കി കട്ട് ചെയ്തെടുത്ത് എന്നിട്ട് ബീഫ് നല്ലോണം കഴുകിയതിനു ശേഷം കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് ഗരം മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പാകത്തിലുള്ള ഉപ്പൊക്കെ ഇട്ട് നല്ലോണം കുഴച്ചതിന് ശേഷം വെള്ളം പാരാണ്ട് വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് വെച്ച് എന്നിട്ട് ആദ്യം വെളുത്തുള്ളി ഇഞ്ചും പിന്നെ പച്ചമുളകും ഒന്ന് ചതച്ചെടുത്ത് എന്നിട്ട് മസാല ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് പാകത്തിലുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് സവാള അതിലേക്കിട്ട് പാകത്തിലുള്ള ഉപ്പിട്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അതിലേക്കിട്ട് നല്ല രീതിയിൽ ഒന്ന് വയറ്റിയെടുത്ത് എന്നിട്ട് ദമ്മിടാൻ വേണ്ടിയിട്ട് കുറച്ച് സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് പൊരിച്ചെടുത്ത് എന്നിട്ട് വയറ്റിയെടുത്ത സവാളയിലേക്ക് 1.5 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം 2 തക്കാളി കട്ട് ചെയ്തതും അതിലേക്ക് ഇട്ട് കൊടുത്ത് എന്നിട്ട് 1.5 സ്പൂൺ തൈര്, കുറച്ച് മല്ലിച്ചപ്പും പുതിനയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേവിച്ച് വെച്ച ബീഫ് മസാലയൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം ചെറിയ തീയിൽ അവിടെ മൂടി വെച്ച് 6 ഗ്ലാസ് അരി കൊണ്ടാട്ടോ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. അങ്ങനെ പാത്രത്തിലേക്ക് പാകത്തിലെ നെയ്യും ഓയിലും ഒഴിച്ചു കൊടുത്തതിനു ശേഷം അതിലേക്ക് സവാള, വെളുത്തുള്ളി, ഇഞ്ചി, സ്പൈസസ് ഇട്ട് ഒന്ന് വയറ്റിയെടുത്തതിനു ശേഷം 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന ലെവലിൽ ഒഴിച്ച് ഉപ്പ് ഇട്ട് കുറച്ച് നാരങ്ങനീരും ഒഴിച്ച് വെള്ളം തളിച്ചതിനു ശേഷം അരി മൊത്തമായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് കുഞ്ഞാപ്പ് തൈരിലേക്ക് സവാളയും പച്ചമുളകും കട്ട് ചെയ്യുന്ന പണിയിലാട്ടോ. നെയ്ച്ചോറ് വെന്തതിനു ശേഷം മസാലയ്ക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിനു ശേഷം അവസാനം പൊരിച്ചു വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയും കുറച്ച് മല്ലിച്ചപ്പും ഇട്ട് അവിടെ ദമ്മിൽ വെച്ച് ബിരിയാണിക്ക് എല്ലാവർക്കും പപ്പടം വേണമെന്ന് പറഞ്ഞാലും ഒരു 10 പപ്പടവും പൊരിച്ചെടുത്ത് അരമണിക്കൂർ കഴിഞ്ഞിട്ട് റൂമിൽ കൊണ്ടുപോയി വെച്ചതിനു ശേഷം റൈസ് വേറെ പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് ഇളക്കി സെറ്റ് ആക്കി എടുത്ത് അങ്ങനെ ബിരിയാണിയൊക്കെ എല്ലാവർക്കും പ്ലേറ്റിലേക്ക് വിളമ്പി ഞങ്ങളെല്ലാരും കൂടി വട്ടത്തിലിരുന്ന് കഴിച്ചിട്ടോ. സംഭവം അടിപൊളിയായി. ബിരിയാണി കഴിച്ചതിന് ശേഷം എല്ലാവർക്കും ഓരോരോ ലെമൺ ടീ ഉണ്ടാക്കി കൊടുത്തിട്ടോ. അങ്ങനെ ഇന്നത്തെ ദിവസവും ഉഷാറായി. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.